ഹായ് ഫ്രണ്ട്സ്, ഇന്നലെ ഒരു മൂവി കണ്ടാലോ എന്ന് വെച്ചിട്ട് ഞാനൊക്കെയും കൂടെ കുട്ടികളൊക്കെ ആയിട്ട് ഞങ്ങളൊരു നെസ്ലിൻ്റെ മൂവി ഇറങ്ങിയിട്ടുണ്ടല്ലോ. അപ്പോൾ നെസ്ലിൻ്റെ മൂവി കാണാൻ വേണ്ടി ഇന്നലെ ഞങ്ങൾ പോയി. പക്ഷേ നിർഭാഗ്യവശാൽ നമുക്കതിന് ടിക്കറ്റ് കിട്ടിയില്ല. അപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോകണ്ടേ എന്ന് വിചാരിച്ചിട്ടിരിക്കുമ്പോഴാണ് ബ്ലാസ്റ്റ് എന്ന മൂവി ഉണ്ട്, അപ്പോൾ അതൊന്ന് കണ്ടുനോക്കൂന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് അതിൻ്റെ ഓണർ അജിത്തേട്ടൻ ഞങ്ങൾക്ക് അതിന് ടിക്കറ്റ് എടുത്തു തന്നു. നസ്ലിൻ്റെ മൂവിക്ക് വേണ്ടിയാണ് സത്യം പറഞ്ഞാൽ ഞങ്ങൾ പോണത്. അപ്പോൾ ഒരു തമിഴ് മൂവിയാണ് ബ്ലാസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മൂവി. അപ്പോൾ ഫസ്റ്റ് എനിക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല അത് കാണാൻ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ കേട്ട് മൂവി ഇറങ്ങി എന്നുള്ളത് ഇങ്ങനെ കണ്ടു, പക്ഷെ അതിനായിട്ടല്ലല്ലോ നമ്മൾ പോണത്. അപ്പോൾ വലിയൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ ആ മൂവി കണ്ടു കഴിഞ്ഞതിന് ശേഷം സത്യം പറഞ്ഞാൽ നമ്മളവിടെ പിടിച്ചിരുത്തും. അങ്ങനത്തെ ഒരു നല്ലൊരു അടിപൊളി ത്രില്ലർ മൂവി, നല്ല രസമായിട്ടുണ്ട് കേട്ടോ. കുറേ കാലത്തിന് ശേഷമാണ് എന്താ പറയുക ഒരു തമിഴ് മൂവി തിയേറ്ററിൽ നിന്ന് കാണുന്നത്. അതന്നെ എനിക്കും തമിഴ് അങ്ങനെ കാണാറൊന്നുമില്ല അല്ലേ. പക്ഷെ ഞങ്ങള് അതെ തകർപ്പ് ശരിക്കും നമ്മളിങ്ങനെ ഓരോ സീനും ഒരു സീന് പോലും നമ്മളെ ലാഗ് ചെയ്യിക്കാണ്ട് എല്ലാം നമ്മളിങ്ങനെ ഇരുന്നിങ്ങനെ കണ്ണും തുറന്ന് കാണും. അത്രയും അടിപൊളി മൂവിയാണ്. എനിക്ക് ഫൈറ്റ് കാര്യങ്ങളൊന്നും വല്ലാണ്ട് ഇഷ്ടമല്ല. ഫൈറ്റൊന്നും വലിയ ഇഷ്ടമുള്ള ആളല്ല ഞാൻ വല്ല ഫാമിലി മൂവിയോ അല്ല ഹൊറർ അങ്ങനത്തെ ഒക്കെയാണ് എനിക്കിഷ്ടം. പക്ഷെ ഈ ഒരു മൂവി എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. അപ്പം എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് തന്നെ ഈ ഒരു മൂവി എക്സ്പീരിയൻസ് ചെയ്യുക. പിന്നെ ഇതിൽ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ഇതിലത്തെ നായകൻ അർജുൻ നല്ല അടിപൊളിയായിട്ട് തന്നെ ഗംഭീര അഭിനയം, പിന്നെ പ്രത്യേകം പറയാനില്ലല്ലോ. പിന്നെ നമ്മുടെ പഴയകാല നടി അഭിരാമിയുടെ ഒരു തിരിച്ചുവരവ് തന്നെയാണ് ഈ ഒരു മൂവി. നന്നായി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല സ്ലിമ്മായിട്ട് സൂപ്പറായിട്ട് തന്നെയാണ് അഭിരാമി തിരിച്ചു വന്നിട്ടുള്ളത്. പിന്നെ ഇതിലത്തെ നടിയുടെ കാര്യം പ്രത്യേകം പറയാനേ ഇല്ല. ഒരു നായിക ഫൈറ്റ് ചെയ്യണമെങ്കിൽ അത്രയും അടിപൊളിയായിട്ട് തന്നെ. ഒരു മെയിൻ തീം എന്ന് പറയുന്നത് ഒരു കരാട്ട. ഇന്നത്തെ കാലത്തെ പെൺകുട്ടികൾ കരാട്ട ഒക്കെ പഠിച്ചിരിക്കണം എന്നുള്ള എൻ്റെ ഒരു മെയിൻ തെളിവാണ് ഈ ഒരു മൂവി. അപ്പോൾ കണ്ടുകൊണ്ട് തന്നെ നമുക്ക് ഇരിക്കാൻ തോന്നും. അത്രയും നല്ലൊരു മൂവിയാണ്. അപ്പോൾ എല്ലാവരും പോയിട്ട് തിയേറ്ററിൽ നിന്ന് കാണുക. നായികയുടെ പേര് എനിക്ക് പ്രീതി അങ്ങനെ എന്തോ ആണ് നായികയുടെ പേര്. എന്തായാലും ഒരു അടിപൊളി ടീം വർക്കാണ്. എല്ലാവരും മറക്കാണ്ട് തന്നെ കാണാൻ. ബാക്കി ആരെങ്കിലും ഉണ്ടെങ്കിൽ പോയി കാണുക, തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യുക. താങ്ക് യു.